സമയം 11 മാഡത്തിന് മെഡിസിൻ കഴിക്കേണ്ട സമയമായി. ഓ, എന്തു പറ്റി സർ? പറയുന്ന കേട്ടാ തോന്നും സമയാസമയത്ത് മെഡിസിൻ കൊടുത്ത മാഡം ചാടി എഴുന്നേറ്റൊക്കെ നടക്കുമെന്ന്. ഒരു ഹോം നേഴ്സ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കടമ ചെയ്യണ്ടേ സർ? വേണം വേണം, അത് വേണം. ഒരു ഹോം നേഴ്സിന്റെ കടമ മാത്രമല്ലല്ലോ നീ ചെയ്തു തരുന്നത്. ഞാൻ നാളെ ബാംഗ്ലൂർ പോകുന്നുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ്. ഒരാഴ്ച അവിടെ കാണും. നീയും കൂടെ പോരെ? അയ്യോ, അപ്പൊ മാഡം? അതിനെന്തെങ്കിലും വഴി നോക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചുറ്റിക്കളികളിൽ എന്താ രസം? നീ നിന്റെ ഭർത്താവിനെ വിളിച്ചെന്ന് പറ. ഞാനാ സഞ്ജു. നീ തിരക്കിലാണോ? അല്ല, പറഞ്ഞോടാ. ഓക്കെ എടാ, ഞാൻ വിളിച്ചത് സാറും മാഡവും നാളെ വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ട്. മാഡത്തിനൊരു നേർച്ചയുണ്ടായിരുന്നു. അതുവഴി കുറച്ച് പള്ളികളിലും പോകുന്നുണ്ട്. പിന്നെ മാഡം ചോദിച്ചു കൂടി ഒരു സഹായത്തിന് ഞാനും കൂടി ചെല്ലാവോന്ന്. കൂടി വന്ന ഒരാഴ്ച. ശരി, ഒരു നല്ല കാര്യത്തിനല്ലേ. നീ പോയിട്ടോ. ഓക്കെ സ്റ്റെല്ല, ഐ ആം ഗോണ മിസ് യു. പോടാ. ഓക്കെ ബൈ. ബൈ. ഞാൻ ദേ ബോസിന്റെ ഫ്ലാറ്റിൽ വന്നേക്കുക. ഒരു എയർ ടിക്കറ്റ് കൊടുക്കണം. പുള്ളി നാളെ ചെന്നൈക്ക് പോകും. നീ പോണില്ലേ? ഓ, നമ്മളൊക്കെ പോയിട്ട് എന്തെടുക്കാനാ? എന്നാ നീ നാളെ ചെന്നൈക്ക് പോകുന്നു നിന്റെ ബോസിന്റെ കൂടെ. ഞാനോ? എന്തിന്? എടാ, സ്റ്റെല്ല ഒരാഴ്ചത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. അവളേതാണ്ടൊക്കെ ഒരു തീർത്ഥാടനത്തിന് പോവാം. റിയലി? പക്ഷേ ഞാൻ എന്താ ഞാൻ ഒരാഴ്ച മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ദേ ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. സോ നോ എക്സ്ക്യൂസ്. ഓക്കെ, ഞാൻ വരാം. ബൈ. ബൈ. ഡാനി, ഞാനാ. പറഞ്ഞോ. ഞാൻ നാളെ ചെന്നൈ വരെ ഒന്ന് പോകും. ഒഫീഷ്യലാണ്, ബോസിന്റെ കൂടെ. ഈ ഒഫീഷ്യൽ ടൂറിനൊക്കെ കാണിക്കും താല്പര്യം ഇടയ്ക്ക് ഫാമിലിയോട് ആവാം. ഡാനി പ്ലീസ്. ശരി ശരി, പോയി വാ. ഞാൻ വരാൻ ഒരാഴ്ചയെങ്കിലും ആകും. യു ക്യാൻ ഗോ ഹോം. അത് ഞാൻ നോക്കിക്കോളാം. യു ടേക്ക് കെയർ. ബൈ. അമ്മ, ഞാനാ ഡാനി. ആ പറ കുട്ടാ, എന്താ വിശേഷം? നിനക്ക് സുഖാണോ? എന്താ നിനക്കൊരു വല്ലായിക? ഏയ്, ഒരാഴ്ചത്തേക്ക് എന്നെ വീട്ടിലുണ്ടാവില്ല. അമ്മ അച്ഛനോട് പറഞ്ഞ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറയണം. ഒരാഴ്ച ഇവിടെ കിടന്ന് നിരയിക്കുന്നതിലും ഭേദം. ശരി, ഞാൻ അച്ഛനോട് പറയാം. പലപ്പോഴും നിന്റെ പ്രയാസങ്ങൾ അവള് കാണാറില്ല അല്ലേ? ഇപ്രാവശ്യം വരുമ്പോൾ എൻ്റെ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനുള്ളതാണ്. ഇടയ്ക്ക് നല്ല വേദന തോന്നാറുണ്ട്. ശരി, നാളെ കാണാം. നിങ്ങൾ എവിടെ എത്തി? ഇപ്പൊ എത്തും. സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു. ആ പിന്നെ ഡാനിമോൻ വിളിച്ചിരുന്നു. അന്ന ഒരാഴ്ചത്തേക്ക് ചെന്നൈയിലേക്ക് പോവാന്ന്. ഡാനിയെ നിങ്ങളൊന്ന് പോയി കൂട്ടിക്കൊണ്ട് വരണം. ആ പിന്നെ ഒരാഴ്ചത്തേക്ക് ഇനി അവിടെ പോണോ ഇവിടെ പോണോന്നൊന്നും പറഞ്ഞേക്കരുത്. അവന്റെ ബാക്ക് പെയിനുള്ള ട്രീറ്റ്മെന്റ് ഇപ്രാവശ്യമെങ്കിലും ചെയ്യണം. നിങ്ങൾ വരുന്ന വഴി ഹോസ്പിറ്റലിൽ കയറി ഒന്ന് ബുക്ക് ചെയ്തിട്ട് പോരെ. ആ ശരി, ഞാൻ പോകാം.